തേങ്ങ ചിരകുന്നതിൻ്റെ പാരലായിട്ട് കിളി ചിലയ്ക്കുന്നുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ, ഒരു നാടൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയ കൊച്ചു പണികളിലാണ്, തേങ്ങ ചിരകുന്ന പരിപാടികളിലാണ്. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പണി എൻ്റെയാണ്. നമുക്കൊരു 4 മുറി തേങ്ങയുണ്ട്, ഇതൊന്ന് ചിരകി തീർക്കണം. ഇവിടെ തേങ്ങ മണത്ത് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പൊക്കോ തരാനൊക്കെ കുറച്ച്. പിന്നെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ, അല്ലെങ്കിൽ കുറച്ച് സമയവും കഴിച്ചാ. എന്നാ പോയി ഉറങ്ങിക്കോ, നിങ്ങളൊന്ന് തീർക്കട്ടെ. പൊക്കോ. പൂച്ചയുടെ ഓണർ എത്തിയിട്ടുണ്ട്. കുറേ കാലമായി നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് പ്രേക്ഷകർ ചോദിക്കണ്ടായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് വീഡിയോയിൻ്റെ, അതായത് സിനിമ കാണാൻ പോയപ്പോൾ കണ്ടതാ. സുഖല്ലേ? എന്താ ഭയങ്കര ഫോർമാലിറ്റി. ഇന്നെന്താ അറിയില്ല, ആള് കുറച്ച് സൈലന്റ് ആണ്. മീനൊക്കെ തിന്നൂല്ലേ? വെറുതെ അല്ല അവർക്ക് തേങ്ങയോട് വലിയ താല്പര്യമില്ലാതിരുന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി തീർത്തിട്ടുണ്ട് കേട്ടോ. ഇന്നങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല ഗൈസ്. ഇവിടെ വീട്ടിലൊക്കെ തന്നെയാണ്, വീട്ടിലെ ശാപ്പാടൊക്കെ അടിച്ചിരിപ്പാണ്. അപ്പോൾ കുറച്ച് വീട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൂടാം. സമയം ജസ്റ്റ് 12 മണിയായിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ 1:30 ആവും ഊണാവാൻ. അപ്പോൾ സമയമുണ്ടല്ലോ, ഒന്ന് പുറത്തിറങ്ങിയിട്ട് തൊടിയിൽ പ്ലാവിലൊക്കെ ഒന്ന് നോക്കാം. ചക്ക ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്തവണത്തെ വിഷുവിന് ശരിക്കും നാടൻ ചക്ക മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഈ വരവിൽ അത്യാവശ്യം ചക്ക കഴിച്ചിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ ഇപ്പോൾ വിരിയും. ഓണ സമയമാകുമ്പോൾ കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നേ. വല്ലാത്ത പരിപാടിയാണ്. പക്ഷേ ഇവൻ ഓണ സമയത്തും ഉണ്ടാവും കേട്ടോ. ഇവനാണ് നമ്മുടെ മാനം കാക്കാർ. കോളാമ്പിപ്പൂവ് എന്നാണ് ഇവിടങ്ങളിലൊക്കെ ഈ പൂവിനെ പറയാറ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാറെന്നൊന്ന് പറയും. പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ ആവണേ ഉള്ളൂ, എന്നാലും 2 ഉണ്ടായിട്ടുണ്ട്. കുറേ വരട്ടെ, അപ്പം നമുക്ക് ഉച്ചക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. അങ്ങ് ദൂരെ ഒരു കശുമാവ് ഉണ്ടായിരുന്നു, അത് വെട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് വിഴാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെട്ടി. അപ്പോൾ തറവാട് വീട്ടിൽ അത്യാവശ്യം പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇവിടെയാണ് എൻ്റെ അമ്മമ്മയും അമ്മാമ്മയും അമ്മായിയൊക്കെ താമസിക്കണേ. അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ വല്യച്ഛൻ്റെ വീടുണ്ട്. ഇവിടെ വല്യച്ഛനും വല്യമ്മയുണ്ട്. നമ്മുടെ 10K സെലിബ്രേഷനിൽ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തറവാട് വീടിൻ്റെ മുന്നിലൊരു ഗേറ്റ് ഉണ്ട്, അതിന് മുന്നിലായിട്ട് ഈ ഒരു സ്ഥലം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു പണ്ട് നമ്മുടെ ഒരു ഗ്രൗണ്ടായിരുന്നു എന്ന്? ആ ലോറി നിർത്തിക്കുന്ന സ്ഥലമല്ലേ, അവിടെയായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ. അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് മാറി ഈ അറ്റത്ത് ഈ മരം കാണുന്നിടത്തായിരുന്നു 4. ഞാൻ 10ാം ക്ലാസ്സിലും ഡിപ്ലോമയിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ള കഥ കേട്ടോ പറയണേ. അന്നൊരു 20 പേരൊക്കെ ഉണ്ടാവും. നമ്മളൊരു 5 മണിയാകുമ്പോൾ ഗ്രൗണ്ടിലെത്തും. പിന്നെ ഒരു 6:30-7 മണി വരെ കളിയാണ്. അതൊക്കെ ഒരു കാലം. ടീമിലെ ചുരുക്കം ചില ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വാടനാവശ്യക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ കിളി ചെയ്ത പരിപാടി നോക്കിയൊക്കെ. ആ മാവിൽ മാങ്ങ പകുതി തിന്നിട്ട് പോയിരിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ആരാ വരിക? ഓരോ പരിപാടികൾ. ഇനിയിപ്പോൾ അത് കാറ്റത്ത് താഴെ വീഴും. ഞാൻ ഈ പൂമ്പാറ്റ അഥവാ ചിത്രശലഭത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാനൊരു നാച്ചുറൽ ഫോട്ടോഗ്രാഫർ കം വീഡിയോഗ്രാഫർ ആവട്ടെ ഗൈസ്. ഇത് നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിൽ വളർത്തുന്ന നായയാണ്, അപ്പു. നല്ല സ്നേഹമുള്ള നായ, പക്ഷേ എനിക്ക് നായ്ക്കളെ കുറച്ച് പേടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. ഗ്രീഷ്മം, ഗീത, മുരളി, അർജുൻ, അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെയും പേരുകളിൽ നിന്നും എടുത്ത ഒരു പേരാണ് ഗ്രീഷ്മം. എവിടെയാണ്? നേരത്തെ കണ്ട പൂച്ചയുടെ ഫാദറാണ്, കാടമ്പൂച്ച. അപ്പോൾ കിണറ്റിൽ എത്ര വെള്ളം കയറിയിട്ട് നോക്കട്ടെ. ഒരു പകുതിയോളം വെള്ളമുണ്ട്. ഇപ്പോൾ ഒരു 2-3 നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കയറും. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. എന്തൊക്കെയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. കുറേ നേരമായിട്ട് വിസിലടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ക്യാമറ ഓണാക്കി വെച്ചത് മിച്ചം. വിസിലടിക്കണ ഒരു ലക്ഷണമില്ല. സ്റ്റൗ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീൻ വറക്കാം. അപ്പോൾ കുറച്ച് കട്ടള മീൻ കിട്ടിയിട്ടുണ്ട് രാവിലെ. മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനൊരു 3 പീസ് എടുത്തിട്ട് വറക്കാം.
ഈ ഫുഡ് ബ്ലോഗ് എടുക്കുമ്പോഴേ നമ്മൾ അടുക്കളയിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചാൽ മിക്ക ഹോട്ടലുകാരും സമ്മതിക്കില്ല. ചിലവർ സമ്മതിക്കും കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോൾ അടുക്കളയിൽ മീൻ വറുക്കുന്നത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് ചെറിയ തരത്തിലുള്ള പെർമിഷൻ കിട്ടിയാൽ മതി. അത് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടേ. ഇത്രയും നേരം വെയിലായിരുന്ന സ്ഥലം ഇപ്പം മാറിയ കാഴ്ച ഒന്ന് കാണൂ ഗൈസ്. ഈ മഴയൊക്കെ കാണാനല്ലേ നമ്മൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഈ മഴയോടുകൂടി നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറ്, മുളകുഷ്യൻ, പപ്പടം, വെള്ളപ്പയറും മത്തനും ചേർന്നിട്ട് ഉപ്പേരി പരുവത്തിലൊരു ഐറ്റം ഉണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ. അങ്ങനെ ശാപ്പാടൊക്കെ അടിച്ച് ഇനിയിപ്പോൾ ഒരു ചെറിയ മയക്കം. ഉച്ച മയക്കം എനിക്കിഷ്ടമാണ്. ഒരു അരമണിക്കൂർ. വർക്കിംഗ് ദിവസങ്ങളിൽ പറ്റാറില്ലല്ലോ. ശനി ഞായറേ പറ്റൂ. അരമണിക്കൂർ. ഓവറായിട്ട് ഉറങ്ങാൻ പാടില്ല. ഓവറായിട്ട് ഉറങ്ങരുത് എന്നാണ് എൻ്റെ അഡ്വൈസ് എല്ലാവരോടും. കാരണം ഓവറായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല മത്ത് പിടിക്കും തലയ്ക്ക്. പിന്നെ നമ്മൾ രാവിലെയാണ് ഉച്ചയ്ക്ക് ശേഷമാണെന്നുള്ളൊരു ബോധമൊന്നും ഇല്ലാണ്ട് നടക്കും. ആ ഒരു ഫീൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനുകൊണ്ട് ഞാൻ അരമണിക്കൂർ അലാറം വെച്ചിട്ട് കിടക്കും. ഒന്ന് ഉറക്കം പിടിക്കും, പിന്നെ എണീക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒരു സ്ഥലത്ത് പോവാം. നമ്മുടെ പട്ടാമ്പി പോവാം. എല്ലാം നാട്ടിൽ നിന്ന് പോണതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മുടെ ഗരുഡ മാളിനെ കുറിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗരുഡ മാളിൻ്റെ ഉദ്ഘാടന സമയത്ത് നെസ്റ്റോയിൽ പോയ ഷോപ്പിംഗ് ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സിനിമാസ് വരും ഉടനെ തന്നെ. അപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമാസ് അവിടെ ഉദ്ഘാടനം ചെയ്തു. 2 മാസമായി. ഞാൻ നാട്ടിലില്ലാത്ത സമയത്തായിരുന്നു. നമ്മുടെ സൂപ്പർ താരം ദിലീപാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പറ്റിയ ആ തിയേറ്ററിലൊന്ന് പോകണമെന്നുണ്ട്. ഏതെങ്കിലും സിനിമ കാണാം. ജസ്റ്റ് നമ്മുടെ നാട്ടിലൊരു വലിയ മാളൊക്കെ ആരംഭിച്ച് അതിൽ സിനിമാസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പോകണ്ടേ. ഒരു ബ്ലോഗർ എന്ന നിലയിൽ പോയില്ലെങ്കിൽ മോശമല്ലേ. ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. ഇത്രയും വലിയ ഡയലോഗും ഉപദേശമൊക്കെ കൊടുത്തിട്ട് ചെങ്ങായി അലാറവും വെക്കാണ്ട് കിടന്നുറങ്ങി. അങ്ങനെ അരമണിക്കൂർ ഉറങ്ങാൻ കിടന്ന ആൾ 1.5-1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എണീറ്റത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിമ്പിൾ അഡ്വൈസ് തരാം. ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ, ഉച്ചയുറക്കത്തിന് കിടക്കുകയാണെങ്കിൽ ഒരു അലാറം വെക്കണം. ഒരു 30 സെക്കൻഡിലെങ്കിലും അലാറം വെച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ എന്നെപ്പോലെ കിടന്നുറങ്ങിപ്പോവും. മത്ത് പിടിക്കും. മത്ത് പിടിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ എനിക്ക് ഓക്കെ അല്ല. ഇതെന്താ പരിപാടി? ചെടികളുടെ മുടി വെട്ടിക്കൊടുക്കുകയാണോ? ചെടികൾക്കും കുറച്ച് വൃത്തിയൊക്കെ വേണ്ടല്ലേ? നമ്മൾ മാത്രം ബാർബർ ഷോപ്പിൽ പോയാൽ മതിയോ? നോക്കട്ടെ. ഇതിനിവിടെ ഒരു സേഫ്റ്റി സ്വിച്ചാണത്. ഇത് പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇത് മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവില്ല. ചാർജ് ചെയ്യാനുള്ളതാ? ചാർജ് ചെയ്യാൻ ഇവിടെ പോയിന്റ് ഉണ്ട്. ഓക്കെ, ചാർജ് ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അറിയാണ്ട് ബ്ലേഡ് തന്നെ കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ശരിയാണ്. ഇതിന് വേറെ ഒരു അലോട്ട്മെന്റ് കൂടി ഉണ്ട്. കുറച്ച് വലിയ ബ്ലേഡ് കൂടി ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനമാണ്. എന്തായാലും ഗാർഡനിങ്ങിന് താല്പര്യമുള്ളവർക്ക് നല്ല ഉപകാരപ്രദമാണ്. ഈ സമയം കളയാണ്ട് നേരെ പട്ടാമ്പിക്ക് പോവാം. ഇതാണ് മേലെ പട്ടാമ്പിയിലെ ദ മാൾ ഓഫ് ഗരുഡ. ഞാൻ ഓൾറെഡി ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ മാജിക് ഫ്രെയിംസിൻ്റെ ഇവിടെ പട്ടാമ്പിയിലത്തെ തിയേറ്ററിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ ഉദ്ഘാടനം കഴിഞ്ഞ തിയേറ്റർ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന് പറയുന്ന മൂവിയാണ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ പടം. അത്യാവശ്യം നല്ല റെസ്പോൺസാണ് തമിഴ്നാട്ടിലൊക്കെ. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ മൂവി.
ഇപ്പം നിലവിൽ 3 സ്ക്രീനാണ് ഉള്ളത്. നമ്മുടെ സിനിമ കാണാൻ പോകുന്നത് ഫസ്റ്റ് സ്ക്രീനിലാണ്. ഓരോ സ്ക്രീനിലും ഓൾമോസ്റ്റ് 300+ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്ക്രീനിൽ 2K പ്രൊജക്ഷനാണ്, ഡോൾബി 7.1 സറൗണ്ട്. സ്ക്രീൻ 2 കുറച്ചും കൂടി വലുതാ തോന്നുന്നു. അവിടെ 4Kയും ഡോൾബി അറ്റ്മോസും ആണ്. സീറ്റ്സ് ഒക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്, ഒരു റെഡ് തീമിൽ. ഒരു ഡീസൻറ്റ് കഫറ്റീരിയ സ്പേസും ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് 180 റുപ്പീസാണ്. അത് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് സിനിമ കണ്ടാലോ? സൂപ്പർ പടം. ഞാൻ പ്രതീക്ഷിച്ച ട്വിസ്റ്റ് ആണ് വന്നത് ലാസ്റ്റ്. പക്ഷേ അവിടേക്ക് എത്തിച്ച രീതി, എല്ലാവരും കിടിലൻ പെർഫോമൻസ്. വിജയ് സേതുപതിയുടെ 50ാമത്തെ പടം കിടുക്കനാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു പടത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ സ്ക്രീനിലും കൊടുക്കാൻ. കാണണേ, അടിപൊളി പടമാണ്. ഇത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. നല്ലൊരു പടം, നിങ്ങളെല്ലാവരും കാണണം. സോ ഞാൻ വീട്ടിൽ പോയിട്ടേ കുറച്ച് പരിപാടികളുണ്ട്. അവിടെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളും കൂടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒരു ചെറിയ ഗെറ്റ് ടുഗദറാണ്. ഇപ്പോൾ അമ്മമ്മയും വല്യച്ഛന്മാരും പിന്നെ വല്യമ്മമാരും അച്ഛനും അമ്മയും മാമനും അമ്മായി എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒഴിവ് ദിവസമാണ്. അപ്പോൾ ഡിന്നർ പുറത്തുനിന്ന് നമ്മൾ ഓർഡർ ചെയ്തു. ചപ്പാത്തിയും കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഉണ്ട്. പിക്കിറ്റ് വഴി ഓർഡർ ചെയ്തു. അതെന്തായാലും നന്നായില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരേണ്ടി വന്നേനെ. അങ്ങനെ സംഭവ ബഹുലമായ ഇന്നത്തെ ദിവസം ഇവിടെ പര്യവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടും. ഏതെങ്കിലുമൊക്കെ ഞായറാഴ്ചകളിൽ നാട്ടിലുള്ളപ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാവരും കൂടി ഒരു നേരത്തെ ഫുഡ് ഏതെങ്കിലും ഒരിടത്തിരുന്നിട്ട്, ചിലപ്പോൾ ഇവിടെ വെച്ചാവും, അല്ലെങ്കിൽ വല്യച്ഛന്മാരുടെ വീട്ടിലാവും, അല്ലെങ്കിൽ തറവാട്ടിലാവും. അതൊക്കെ അല്ലേ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു ഹാപ്പി നോട്ടിൽ എൻഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇതിനിടയിൽ സിനിമ കാണാൻ പോയല്ലോ, മഹാരാജ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. സോ നല്ലൊരു സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ ഒരു നാടൻ കാഴ്ചകൾ, എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്, അത്രയേ ഉള്ളൂ. വേറെ വലിയ വലിയ കാഴ്ചകളൊന്നുമില്ല. സോ അങ്ങനെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. സോ നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണാം. ബൈ.